വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഓഡിയോ ക്ലിയർ ആണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ സമയം 8 മണിയൊക്കെ ആയപ്പോൾ ഞാൻ എഴുന്നേറ്റു. ഇതെൻ്റെ ഒരു ദിവസം. ഇതിപ്പോൾ അതിനു മുമ്പ് ഞാൻ പറയട്ടെ, ഇതെൻ്റെ തേർഡ് ഫാമിലിയാണ്. ഫസ്റ്റ് ഫാമിലിയുടെ ഡേ ഇൻ മൈ ലൈഫ് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. പിന്നെ സെക്കൻഡ് ഫാമിലി ഇത് സെയിം തന്നെയാണ്. സെക്കൻഡ് ഫാമിലിയിലെയും എൻ്റെ തേർഡ് ഫാമിലിയിലെയും ഡ്യൂട്ടീസും എല്ലാം സെയിം തന്നെയാണ്. കാരണം രണ്ടിടത്തും കുഞ്ഞു വാവകളാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനങ്ങനെ ചിലപ്പം വീഡിയോയ്ക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. കാരണം ഞാൻ വിചാരിക്കുന്നു കുഞ്ഞിനെ കാണിക്കണ്ടെന്ന്, കുഞ്ഞല്ലേ. അപ്പം ഇതെൻ്റെ തേർഡ് ഫാമിലിയാണ്. രണ്ടിടത്തെയും ജോലി, എനിക്ക് സെക്കൻഡ് ഫാമിലിയിലെയും ജോലി ഇതായിരുന്നു, സെയിം ആയിരുന്നു. ഇവിടുത്തെയും ജോലി സെയിം ആയിരുന്നു. അപ്പോൾ രാവിലെ ഞാൻ അപ്പുറത്തോട്ട് പോവുകയാണ്. ഇപ്പം ഞാൻ റൂമിൽ നിൽക്കുകയാണ്. ഇപ്പം ഒരു 8 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ ചിലപ്പോൾ 8 ചിലപ്പോൾ 8 മണി എഴുന്നേൽക്കുന്ന പോലെ ഞാൻ റെഡിയായി അപ്പുറത്തോട്ട് പോകും. ബാക്ക്ഗ്രൗണ്ടിൽ കൊച്ചിൻ്റെ കരച്ചിൽ കേൾക്കുന്നുണ്ടോ? കൊച്ച് 7:30 ആകുമ്പോഴേ എഴുന്നേൽക്കും. എനിക്ക് 8:30 മുതൽ ഡ്യൂട്ടി ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ 8:30 മുതൽ 10 മണി 10:30. അത് കഴിഞ്ഞ് 2 മണി മുതൽ 7 മണി വരെ. തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം ദിവസം. എനിക്ക് വെള്ളി, ശനി, ഞായർ ഓഫ് ഡേ ആണ്. ഇതുപോലെ തന്നെയായിരുന്നു എൻ്റെ സെക്കൻഡ് ഫാമിലിയിലും. അപ്പോൾ ഓക്കെ. പിന്നെ എനിക്ക് പ്രത്യേകിച്ച് കാണിക്കാനൊന്നുമില്ല. പിന്നെ ഞാൻ എൻ്റെ ഒരു ദിവസം എങ്ങനെയാണ് ഓപ്പറായിട്ട് വരാൻ നിൽക്കുന്നവർ, പിന്നെ ഞാൻ മറ്റേ വീഡിയോ ഇട്ടപ്പോഴും പുതിയ ഫാമിലിയുടെ ചെയ്യാനൊക്കെ കുറേ പേര് പറഞ്ഞു. അപ്പം ചെയ്യാനാണെങ്കിൽ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ല. അപ്പോൾ കുഞ്ഞിനെ കാണിക്കരുതെന്ന് വെച്ചാൽ ഞാൻ 24 മണിക്കൂറും കൊച്ചിൻ്റെ കൂടെയാണ്. അപ്പം എന്തായാലും നോക്കാം. വീഡിയോ കാണിച്ചിട്ടില്ലേ? രാവിലെ കഴിക്കാനുണ്ടായിരുന്നത് ബ്രെഡും ജാമും ബുൾസയൊക്കെ ആയിരുന്നു. പിന്നെ ഇവിടുത്തെ ഹോസ്റ്റ് മദർ ചൈനീസാണ്. ചില സമയത്ത് ഒരു ചൈനീസ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കാണും. അതും കഴിക്കാൻ നല്ല രസമാണ്. എൻ്റെ മുഖത്തെ എക്സ്പ്രഷൻ കണ്ടുകൊണ്ടത് കൊള്ളത്തില്ലെന്നായിരുന്നുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്കിപ്പം ഞാനിതുമായിട്ട് യൂസ്ഡാണ് ഇതൊക്കെ കഴിച്ച്. ഇപ്പം സമയം 8:47. ഞാൻ രാവിലെ എഴുന്നേറ്റ് വരുമ്പം എനിക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ചിലപ്പോൾ ഞാൻ എഴുന്നേൽക്കുമ്പോഴത്തേന് ഇവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. എന്നും ഞങ്ങൾ ഒരുമിച്ചിരുന്നാണ് കഴിക്കാറ്. പക്ഷേ ചില ദിവസമൊക്കെ ഞാൻ താമസിച്ച് എഴുന്നേറ്റ് വരുന്നത്. എന്ന് വെച്ചാൽ വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഞാൻ താമസിച്ച് എഴുന്നേറ്റ് വരുന്നത്. അപ്പം അവർ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കും. എനിക്കുള്ളത് അവരെടുത്ത് ടേബിളിൽ വെച്ചേക്കും, അല്ലെങ്കിൽ എനിക്ക് വരുമ്പോൾ ഉണ്ടാക്കി തരും. പിന്നെ ഇത് ബാൽക്കണി. ഇവിടെ മഞ്ഞൊക്കെ നേരം വെളുത്ത് വരുന്നതേ ഉള്ളൂ. സൂര്യനില്ലാത്തതുകൊണ്ട് ഇത്ര ലേറ്റ് ആവും. ഇത്രയും ഫോട്ടോ കാണുന്ന വെളിച്ചമൊന്നുമില്ല. മഞ്ഞൊക്കെ ഉരുകിപ്പോയി. ഇന്നലെയൊക്കെ ഇവിടെ നല്ല മഞ്ഞായിരുന്നു. ഇന്ന് സ്നോ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. പിന്നെ എൻ്റെ ഇവിടുത്തെ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഉള്ളതെന്ന് വെച്ചാൽ കുട്ടീൻ്റെ കൂടെ ഇനി ഒരു 11 മണിയൊക്കെ ആകുമ്പോഴത്തേനെ കൊച്ചുറങ്ങത്തുള്ളൂ. അപ്പോൾ ഒരു 10:30 വരെ കൊച്ചിൻ്റെ കൂടെ ഒന്ന് കളിക്കുക, കൊച്ചിൻ്റെ അടുത്തൊന്ന് നടക്കുക. അവിടെ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലും ടോയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഇരുന്നോളൂ. പിന്നെന്താ, ഇങ്ങനെ ഇഴഞ്ഞിങ്ങനെ പിടിച്ചൊക്കെ നടക്കാൻ ശ്രമിക്കുന്ന പ്രായമാണ്. അപ്പോൾ നമ്മുടെ ഒരു കെയർ എപ്പോഴും വേണം. അപ്പോൾ അമ്മയും മോളോട് അവിടെ ഇരുന്ന് കളിക്കുകയാണ്. അപ്പം ഞാൻ അങ്ങോട്ട് പോകും, എന്നിട്ട് കൊച്ചിൻ്റെ കൂടെ കളിക്കും. പിന്നെ പിന്നെ കൊച്ചിൻ്റെ കൂടെ കളിക്കുന്നതെന്ന് വെച്ചാൽ കൊച്ചില്ലാതെ എനിക്കൊരു വീഡിയോ, ഒരു ഡേ ഇൻ മൈ ലൈഫ് എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഞാൻ എപ്പോഴും കൊച്ചിൻ്റെ കൂടെയാണ്. എനിക്കാണെങ്കിൽ അവളെ കണ്ടെടുക്കാൻ തോന്നും. എനിക്ക് ശരിക്കും വീഡിയോ എടുക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല ഗൈസ്. കാരണം ഞാൻ ക്യാമറ ഓൺ ആക്കുമ്പോൾ അവൾ അതിൽ കയറി പിടിക്കാൻ വരും. ഞാൻ എങ്ങനെ പാത്ത് വെച്ചെടുക്കാൻ നോക്കിയാലും പുള്ളിക്കാരി ക്യാമറ കണ്ടുപിടിക്കും. ഞാൻ വളരെ കഷ്ടപ്പെട്ടാണ് വീഡിയോ എടുത്തത്. കളികൾ പുരോഗമിക്കുന്നു. ഇതാണ് എൻ്റെ ജീവിതം. ദേ വരുന്നു കുരിപ്പ് വരുന്നു. എൻ്റെ ചെരുപ്പിൻ്റെ അവിടെ സ്റ്റക്കായി. ഗൈസ്, എൻ്റെ അവസ്ഥ, എനിക്കൊരു വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. ഞാൻ ഫോൺ കൈ കൊണ്ടെടുത്ത അന്നേരം ഈ കുരിപ്പിന് എൻ്റെ ഫോൺ വേണം. ഫോൺ കൈ കൊണ്ടെടുത്ത അവൾക്ക് എൻ്റെ ഫോൺ വേണം. ചുമ്മാ എടുത്തിങ്ങനെ അമ്മാനെ അടിക്കൊണ്ടിരിക്കും.
ക്ഷീണിക്കുമ്പോൾ ഞാനിങ്ങനെ കിടന്ന് നോക്കിക്കൊണ്ടിരിക്കും. ഇവിടുത്തെ വേൾഡ് മാപ്പ് കണ്ടോ? ഇന്ത്യ ഇന്ത്യൻ ഇപ്പം സമയം 9:51, 10 മണിയാവാൻ പോകുന്നു. ഇനി കുറച്ച് സമയം കഴിഞ്ഞ് കൊച്ചുറങ്ങും. കൊച്ചുറങ്ങി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇവിടെ വന്നിരുന്ന് കഴിഞ്ഞ് വീട്ടിൽ വിളിക്കും, അങ്ങനെ കുറച്ച് പരിപാടി. അവൾമാരെ വിളിക്കും, പിന്നെ എന്തെങ്കിലും പഠിക്കുന്നില്ല. സത്യം പറഞ്ഞാൽ പഠിക്കുന്നില്ല. ഞാൻ സൂപ്പർ മാർക്കറ്റിൽ പോവാണ് ക്യാഷ്. ഞാനങ്ങനെ സാധാരണയായിട്ട് എനിക്കങ്ങനെ ഷോപ്പിങ്ങിന് സൂപ്പർ മാർക്കറ്റിൽ പോകത്തില്ല. പുള്ളിക്കാരിയുടെ കൂടെ ഞങ്ങൾ പുറത്തൊക്കെ പോയാലേ ഉള്ളൂ. ഇന്ന് കൊച്ചിന് കഴിക്കാൻ ഫ്രൂട്ട്സ്, കൊച്ചിനാണ് ബ്ലൂബെറി ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ബ്ലൂബെറി തീർന്നു. കൊച്ചിൻ്റെ ഇവിടെ അവരാണ് കൊച്ചിൻ്റെ അച്ഛനാണ് എല്ലാ വീക്കിലും സാധനങ്ങളൊക്കെ മേടിക്കുന്നത്. പുള്ളിക്കാരൻ ഇവിടെ ഇല്ല, ഇനി 2-3 ദിവസം കഴിഞ്ഞേ വരത്തുള്ളൂ. അപ്പം തൊട്ടപ്പുറത്ത് പോയി എന്നോട് മേടിച്ചുകൊണ്ട് വരാമോയെന്ന് ചോദിച്ചു. തൊട്ടപ്പുറത്താണ് കട, സൂപ്പർ മാർക്കറ്റും. ഞാൻ അവിടെ പോയി ബ്ലൂബെറി മേടിക്കാൻ പോകും. കാര്യമായി, അല്ലെങ്കിൽ എൻ്റെ ഇതിനകത്ത് പ്രത്യേകിച്ചൊന്നും കാണിക്കാനില്ലായിരുന്നു. ചിലപ്പം ഞങ്ങൾ വൈകുന്നേരം നടക്കാൻ പോകും, ചിലപ്പോൾ. അത് ഭയങ്കര റെയറാണ്. ഭയങ്കര തണുപ്പും കാലാവസ്ഥയൊക്കെ ആണെങ്കിൽ അതില്ല. പിന്നെ പുള്ളിക്കാരി കൊച്ചിന് കഴിക്കാൻ വേണ്ടി സ്നാക്സൊക്കെ ഉണ്ടാക്കുന്നു. അപ്പം ഞാനിങ്ങനെ പോയി ഇടയ്ക്കൊന്ന് മിക്സ് ചെയ്യാൻ സഹായിച്ചായിരുന്നു. പിന്നെ ഇപ്പം പുള്ളിക്കാരിയും കൊച്ചുകൂടെ അവിടെ ഇരിക്കുന്നു, ഞാൻ സൂപ്പർ മാർക്കറ്റിൽ പോകുന്നു. എൻ്റെ ജാക്കറ്റ്, എൻ്റെ ഷൂസ്. ഒരമ്മച്ചിരുന്ന് വർക്ക് ചെയ്യുന്നുണ്ട്, വർക്ക് ഫ്രം ഹോം ആണെന്ന് തോന്നുന്നു. എന്തിരിയായി ഇപ്പം നമുക്ക് അങ്ങനെ വെറുതെ വെളിയിലൊന്നും ഇറങ്ങാൻ പറ്റത്തില്ല. ഒരു വൃത്തികെട്ട കാലാവസ്ഥയാണ്, ഭയങ്കര തണുപ്പാണ്, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഇപ്പം എനിക്കിത് വലുതായിട്ട് ഫീൽ ചെയ്യുന്നില്ല, എന്നാലും എൻ്റെ കാണുന്നതാണ് നമ്മുടെ സൂപ്പർ മാർക്കറ്റ്. ഇവിടെയാണ് നമ്മുടെ ട്രാം സ്റ്റേഷൻ. അവിടെയാണ് നമ്മുടെ വീട്. എന്ന് വെച്ചാൽ എല്ലാം ഈ ജാക്കറ്റിൻ്റെ അകത്തുണ്ട്. കവറ്, ഗ്ലൗസ്, തൊപ്പി, എല്ലാം ഇതിനകത്ത് ഒത്തിരി ഉറയുണ്ട് കേട്ടോ, അതുകൊണ്ട് എല്ലാം ഇരുന്നോളൂ. ഞാൻ റൂമിലാണ്. ഇനി ഞാൻ വീട്ടിലേക്ക് വിളിക്കും, അമ്മയെ വിളിക്കും, ഫ്രണ്ട്സിനെ വിളിക്കും, കുറച്ച് പഠിക്കും, പിന്നെ ഒരു
വിശക്കുമ്പം ഞാൻ ഇനി വിശക്കുമ്പോഴേ പുറത്തോട്ട് പോകത്തുള്ളൂ. എന്നുവെച്ചാൽ ഒരു 11, ഇപ്പോൾ 11 ഒരു 12:30, 1 മണി, ചിലപ്പോൾ 1:30 അങ്ങനെയൊക്കെ. ഇപ്പോൾ ടൈം 1:08 ഗൈസ്. ഇതെൻ്റെ സ്വന്തം ചിക്കൻ ബിരിയാണിയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയതാണ്. എനിക്ക് ഭയങ്കരമായിട്ടും എന്തെങ്കിലുമൊക്കെ ഫുഡ് കഴിക്കാൻ തോന്നി. കാരണം ഞാൻ ഇവരുടെ ഫുഡ് തന്നെയല്ലേ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയതാണ്. ബാക്കി ഉണ്ടായിരുന്നു. പിന്നെ ഇത് ആ പുള്ളിക്കാരിയുടെ ചിക്കൻ വിങ്. സമയം 5:30 ആയതേ ഉള്ളൂ. പക്ഷേ ഇന്ന് നേരത്തെ ഡിന്നർ കഴിച്ചു. പുള്ളിക്കാരി അതിന് മുമ്പേ കഴിച്ചു കേട്ടോ. ഓൾറെഡി പുള്ളിക്കാരൻ്റെ ഇവിടെ ഇല്ല. പുള്ളിക്കാരി കുഞ്ഞുമായിട്ട് ഇത്തിരി നേരത്തെ കുഞ്ഞിന് ഉറക്കം വരുന്നുണ്ടായിരുന്നു. അവിടെ ഇരുന്ന് കുഞ്ഞിൻ്റെ സാധനങ്ങളൊക്കെ കൊത്തിപ്പെറുക്കി കഴിക്കുന്നുണ്ടായിരുന്നു. ഞാൻ എൻ്റേത് കഴിഞ്ഞു. അതിനുശേഷം ഒന്ന് പോയി ഇനിയിപ്പോൾ റൂമിൽ പോവുകയാണ് കിടക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴത്തേനും മുഖമൊക്കെ വാഷ് ചെയ്ത് ഇതിപ്പം ദിവസവും എനിക്ക് ഇവിടെ വന്നതൊക്കെ നല്ലപോലെ പിമ്പിൾസ് വരുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ എന്നും രാവിലെ വൈകിട്ട് മുഖം ഫേസ് വാഷ് ഇട്ട് കഴുകാൻ നോക്കും. പിന്നെ ഇത് നൈറ്റ് ക്രീം. ഇത് സ്കിൻ കെയർ ഒന്നുമല്ല. എനിക്കിവിടെ ഞാൻ വന്നപ്പോഴേ ഇവർ കുറേ ക്രീമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. വേസ്റ്റൊക്കെ കളയണ്ടല്ലോ. എന്നിട്ട് മുടിയൊക്കെ കെട്ടി റൂമിൽ പോകുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ വൈറ്റമിൻസ് എടുത്തിട്ടില്ലായിരുന്നു. ഇപ്പോൾ വിൻ്ററൊക്കെ അല്ലേ, എല്ലാവരും ഇത് എടുക്കണമല്ലോ. എനിക്കിത് ഇവർ മേടിച്ച് വെച്ച് തന്നതാണ്. എന്നും ഓരോന്ന് കഴിക്കണമെന്ന് പറഞ്ഞ് വിൻ്റർ ആയതുകൊണ്ട്. അപ്പം എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതിൻ്റെ ടേസ്റ്റ് നല്ല ജ്യൂസ് കുടിക്കുന്ന പോലെയാണ്. പിന്നെ അതൊക്കെ കഴിച്ച് പിന്നെ ഞാൻ റൂമിൽ വന്ന് കഴിഞ്ഞാൽ പിന്നെ ഈ കോളാണ്. ഈ കോൾ എനിക്ക് തോന്നുന്നു ഞാൻ ഉറങ്ങുന്നിടം വരെ, ഇപ്പോൾ 6:30 എത്ര മണിയാണോ വന്നു കഴിഞ്ഞ് ഉറങ്ങുന്നിടം വരെ ഈ കോൾ നീളും. പിന്നെ ഞാൻ ഇന്ന് വീഡിയോ എടുക്കുകയാണ്, ഡേ ഇൻ മൈ ലൈഫാന്നൊക്കെ പറഞ്ഞപ്പോഴത്തേന് ഇതൊക്കെ വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്യാമെന്ന് അറിഞ്ഞുകൊണ്ടുള്ള പ്രഹസനങ്ങളാണ്. ഈ സമയത്തൊക്കെ എല്ലാവരും ഉറങ്ങിക്കാണും. കാരണം നമുക്ക് ഞങ്ങളെല്ലാവരും ഇവിടെ തന്നെ ഉള്ളവരാണ്. ഞങ്ങളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചുകൊണ്ടിരിക്കും. ഒട്ടും വെട്ടമില്ല, രാത്രിയായി. ഇതാണ് എൻ്റെ യൂഷ്വൽ ഡേ ഇൻ മൈ ലൈഫ്. എനിക്ക് പ്രത്യേകിച്ച് ഇതാണ് എൻ്റെ ഡ്യൂട്ടി. എൻ്റെ ഫസ്റ്റ് ഫാമിലിയുടെ ഡ്യൂട്ടിയും ലാസ്റ്റ് ഫാമിലിയുടെ ഡ്യൂട്ടിയും ഇപ്പം മൂന്നാമത്തെ ഫാമിലിയിലാണ്. എൻ്റെ ഫസ്റ്റ് ഫാമിലിയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. എനിക്ക് ഫസ്റ്റ് ഫാമിലിയിൽ ഇഷ്ടംപോലെ ഹൗസ് ഹോൾഡ് വർക്ക് ഉണ്ടായിരുന്നു. ഇവിടെ ഹൗസ് ഹോൾഡ് വർക്ക് ഒന്നുമില്ല. പിന്നെ ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ ചെയ്യുന്നതല്ലാതെ എനിക്കിവിടെ ഹൗസ് ഹോൾഡ് വർക്കൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ യൂഷ്വലി ഇന്ന് ഞാൻ ഫുൾ സമയം കൊച്ചിൻ്റെ കൂടെ തന്നെയായിരുന്നു. ഇടയ്ക്കൊരു 3-4 മണിക്കൂർ ഉച്ച സമയത്ത് റൂമിൽ വന്നതേ ഉള്ളൂ. പക്ഷെ അങ്ങനെയല്ല, ക്യാഷ്വലി ഇവിടെ കൊച്ചിൻ്റെ അച്ഛനില്ല. അപ്പം പുള്ളിക്കാരി ക്യാരിങ് ആയതുകൊണ്ട് പുള്ളിക്കാരിക്ക് അധികം നേരം കൊച്ചിനെയൊക്കെ എടുത്തുകൊണ്ട് നിൽക്കാൻ പറ്റില്ല. പക്ഷേ പുള്ളിക്കാരി അങ്ങനെ എടുക്കും. അപ്പോൾ എനിക്ക് എൻ്റെ ഡ്യൂട്ടി സമയം എന്ന് വെച്ചാൽ 8:30 to 10 മണി. പിന്നെ ഉള്ളത് 2:30 to 6 മണി വരെയാണ്. ഇപ്പം ഞാൻ ഇന്ന് കൊച്ചി നേരത്തെ
കിടക്കാൻ പോയി. 5:30 ആയപ്പോൾ തന്നെ ഞാൻ റൂമിൽ വന്നു. പിന്നെ അതിനിടയിൽ ഞാൻ വീട്ടുകാരെയൊക്കെ വിളിക്കുമ്പം ഒരു 4 മണിയൊക്കെ സമയമൊക്കെ ആകുമ്പോൾ നാട്ടിലേക്ക് വിളിക്കും. അല്ലെങ്കിൽ പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് വരാനാണെങ്കിൽ ചിലപ്പോൾ വീട്ടിൽ അമ്മയൊക്കെ ഉറങ്ങും, ഒത്തിരി ലേറ്റായി പോവും. അപ്പം ഇതാണ് ഇപ്പം നിങ്ങളുടെ എന്താ ഇത്. അപ്പം എൻ്റെ എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ ഫസ്റ്റ് ഫാമിലി, നിങ്ങളെൻ്റെ ഫസ്റ്റ് വീഡിയോ കണ്ടാൽ അതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും. ഫസ്റ്റ് ഫാമിലിയും ഇപ്പം മൂന്നാമത്തെ ഫാമിലിയും സെക്കൻഡ് ഫാമിലി എൻ്റെ ഈ തേർഡ് ഫാമിലി പോലെ ഓൾമോസ്റ്റ് സെയിം ആയിരുന്നു. അത് 2 വയസ്സുള്ള കൊച്ച്, ഇത് 1 വയസ്സുള്ള കൊച്ച്. അപ്പം ഇതാണ്. പിന്നെ നിങ്ങളുടെ ഓപ്പേറിന് വരാൻ നിൽക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്താണ് ഓപ്പേർ ഇങ്ങനെ അറിയാനൊക്കെ ഇരിക്കുന്നത്. അപ്പം എന്നോട് കുറച്ച് പേര് കമൻറ്റ് ഇട്ട് ചോദിച്ചാൽ ചേച്ചി പുതിയ ഫാമിലിയിലേക്ക് ചെയ്യുമോയെന്ന്. അപ്പം ആർക്കെങ്കിലുമൊക്കെ ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. പിന്നെ എൻ്റെ ഫോണിന് അധികം ക്ലാരിറ്റി ഇല്ല, അപ്പോൾ അതൊക്കെ വെച്ചാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പം ചെറിയ ക്ലാരിറ്റി ഇഷ്യൂ, പിന്നെ ഞാൻ ഭയങ്കര ഇതാക്കി നോക്കണമെന്ന് കരുതും. പക്ഷേ കുഞ്ഞായതുകൊണ്ട് അവളെ ഫോണിൽ ഇങ്ങനെ പിടിക്കാൻ വരും. അപ്പോൾ എനിക്ക് അധികം വീഡിയോ അങ്ങനെ എടുക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ്. കാരണം കൊച്ചിങ്ങനെ എന്തോ ഇങ്ങനെ ഓണാക്കി വയ്ക്കുമ്പോൾ കൊള്ളാമെന്നുള്ള രീതിയിൽ ഫോണിൽ പിടിക്കാൻ വരും. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.